السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നാം ഇപ്പോൾ വായിക്കുന്ന ഫസ്ൽ വറഉ ദുനൂബി വൽ മആസി, തിന്മകളുടെ അതുപോലെ അല്ലാഹുവിനുള്ള അനുസരണക്കേടിന്റെ അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്ന ഫസ്ലാണ്. അതിലടുത്തൊരു അസർ വഫീ ഹില്യ അയ്ളൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഹു ഖാല യാ സാഹിബദ്ദം, തിന്മ ചെയ്യുന്നവനെ, ലാ തഅ്മൻ സൂഅ ആഖിബതിഹി, നീ അതിന്റെ അവസാനം, മോശമായ അവസാനത്തെ തൊട്ട് നീ നിർഭയനാവരുത്. അഥവാ തിന്മ ചെയ്യുന്ന ഒരുത്തൻ അതിങ്ങനെ കാലാകാലം ചെയ്തു പോവാം, ആരും അറിയുകയില്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊരു ദോഷമുണ്ടാവില്ല എന്ന നിലക്ക് നീ ആകരുത്. വലിമാ യത്ബഉ الذنب അഅളമു മിന الذنب ഇദാ അമിൽതഹു, നീ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയെ തുടർന്ന് വരുന്നത് ആ തിന്മയേക്കാൾ അപകടമായിട്ടുള്ള കാര്യങ്ങളാണ്. ഖില്ലതു ഹയാഇക മിമ്മൻ അലാ اليمين وعلى الشمال وانت على الذنب അഅളമു മിന الذنب, നീ പാപം ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് നിന്റെ വലത്തും ഇടത്തും ഇരിക്കുന്ന മലക്കുകളെ തൊട്ട് നിനക്ക് ലജ്ജയില്ലാതാവുക എന്നത്. നിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവർ കാണുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് എന്നതിനെ തൊട്ട് ലജ്ജയില്ലാതെയാവുക എന്നുള്ളത് പാപം ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. വവാഹികുക വഅൻത ലാ അദ്രി മല്ലാഹു സാനിഉൻ ബിക അഅളമു മിന الذنب, നീ തിന്മ ചെയ്യുകയും എന്നിട്ട് നീ ചിരിക്കുകയും സന്തോഷിക്കുകയും എല്ലാം ചെയ്യുക എന്നത് നിനക്കറിയില്ല. അള്ളാഹു എന്താണ് നിന്നെ കൊണ്ട് ചെയ്യുക എന്നറിയില്ല. ആ അവസ്ഥയിലും നീ ചിരിക്കുക എന്നത് തിന്മയേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. വഫർഹുക ബിദ്ദംബി ഇദാ ളഫിർത ബിഹി അഅളമു മിന الذنب, നീ ചെയ്യുന്ന തിന്മയെ തൊട്ട് നീ സന്തോഷിക്കുന്നത് ആ തിന്മയേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. വഹുസ്നുക അല الذنب ഇദാ ഫാതക അഅളമു മിന الذنب, നീ ചെയ്യുന്ന തിന്മ അത് നിനക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ തിന്മ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ നീ അതിനെക്കുറിച്ച് ദുഃഖിക്കുക എന്നുള്ളത് ആ തിന്മയേക്കാൾ ഗൗരവമുള്ളതാണ്. വഖൗഫുക മിന الريح إذا حركت ستر بابك وأنت على الذنب ولا يضطرب فؤادك من نظر الله إليك أعظم من الذنب, നീ നിന്റെ വീടിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് നീ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മറയായിട്ടുള്ള ഒരു കർട്ടൻ ഉണ്ടെങ്കിൽ കാറ്റടിക്കുമ്പോൾ ആ കർട്ടനിൽ വരുന്ന മാറ്റം നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, എന്നിട്ടും അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട് എന്നുള്ളത് നിനക്കൊരു മാറ്റവും വരുത്തുന്നില്ല എങ്കിൽ അത് തിന്മയേക്കാൾ, പാപത്തിനേക്കാൾ അപകടം നിറഞ്ഞ ഗൗരവമുള്ള കാര്യമാണ്. വൈഹക്, നിനക്ക് നാശം. ഹൽ തദ്രി മാ കാന ദംബു അയ്യൂബ ഫബ്തലാഹു അല്ലാഹു ബിൽ ബലാ ഫീ ജസദിഹി വദഹാബി മാലിഹി, നിനക്കറിയുമോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ശരീരത്തിലും സമ്പത്തിലും പരീക്ഷിക്കാനുണ്ടായ കാരണം, തെറ്റെന്താണ് സംഭവിച്ചത് എന്ന്. ഇസ്തഗാസ ബിഹി മിസ്കീനുൻ അലാ ളാലിമിൻ യദ്റഉഹു അൻഹു, ഒരിക്കൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരു മിസ്കീൻ അയാളോട് ചെയ്യുന്ന ഒരു ളാലിമിനെ കുറിച്ച് സഹായം ചോദിച്ചു. ഫലം യുഇൻഹി, പക്ഷേ സഹായിച്ചില്ല. വലം യൻഹ ളാലിമ അൻ ദുൽമിഹി, ആ ളാലിമിനെ, ആ ദുൽമിനെ തൊട്ട് തടഞ്ഞില്ല. ഫബ്തലാഹു അല്ലാഹ്, അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു എന്ന് പറയുകയാണ്. അതായത് തിന്മകൾ ചിലപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അതുകൊണ്ടുള്ള ദോഷങ്ങൾ അപകടമാണ്. ഖുദൈൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിന്മ ചെയ്താൽ ലജ്ജയില്ലാതെ ആകും. അതുപോലെ തന്നെ ആ തിന്മ ചെയ്തിട്ടും അവൻ സന്തോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹു അവനെ കൊണ്ട് എന്താ ചെയ്യാന്ന് അവനറിയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനേക്കാൾ സൃഷ്ടികളുടെ നോട്ടം അവൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തിന്മയേക്കാൾ അപകടം നിറഞ്ഞ കാര്യമാണ്. അതുപോലെ وقال الإمام أحمد حدثنا الوليد قال سمعت الأوزاعي يقول سمعت بلال بن سعيد يقول, സലഫുകളിൽപ്പെട്ട ബിലാൽ ബിൻ സഈദ് പറയാറുണ്ടായിരുന്നു, ولا تنظر إلى صغر المعصية ولكن انظر من عصيت, നീ ചെയ്യുന്ന തെറ്റ് എത്ര ചെറുതാണ് എന്നല്ല നീ നോക്കേണ്ടത്, നീ ആരെയാണ് ധിക്കരിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്.
وقال الفضيل بن عياض فضيل بن عياض رحمه الله പറഞ്ഞു بقدر ما يصغر الذنب عندك يعظم عند الله എത്രത്തോളം നീ തിന്മയെ നിസ്സാരമായി കാണുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ അടുത്ത് അത് ഗൗരവമുള്ളതാവും. وبقدر ما يعظم عندك ويصغر عند الله എത്രത്തോളം നീ തിന്മയെ ഗൗരവപൂർവ്വം കാണുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ അത് നിസ്സാരമായിരിക്കും. അഥവാ ഒരു പാപത്തിനോട് അടിമയെടുക്കുന്ന നിലപാട് അങ്ങനെയായിരിക്കും. വഖീല ഔഹ അല്ലാഹു ഇലാ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, യാ മൂസ ഇന്ന അവ്വല മൻ മാത മിൻ ഖൽഖി ഇബ്ലീസ്, എന്റെ സൃഷ്ടികളിൽ ആദ്യമായി മരണപ്പെട്ടത് അത് ഇബ്ലീസാണ്. വദാലിക അന്നഹു അസാനി, കാരണം അവൻ എന്നെ ധിക്കരിച്ചു. വഇന്നമാ ഉദ്ദു മൻ അസാനി മിനൽ അംവാത്ത്, എന്നെ ധിക്കരിച്ചവനെ മരിച്ചവരുടെ കൂട്ടത്തിലാണ് ഞാൻ കൂട്ടാറുള്ളത് എന്നൊരു അസറിൽ കാണാം. وفي مسند جامع الترمذي من حديث أبي صالح عن أبي هريرة أبو هريرة رضي الله عنه ذلك الحديث قال رسول الله صلى الله عليه وسلم إن المؤمن إذا أذنب ذنبا, ഒരു മുഅ്മിൻ ഒരു തിന്മ ചെയ്താൽ, ഒരു പാപം ചെയ്താൽ, നുകിത ഫീ ഖൽബിഹി നുക്തതൻ സൗദാ, അവന്റെ കൽബിൽ ഒരു കറുത്ത കുത്ത്, കറുത്തൊരടയാളം വരും. ഫഇൻ താബ വനസഗ വസ്തഗ്ഫറ സുഖില ഖൽബുഹു, അവൻ പശ്ചാത്തപിച്ച് മടങ്ങി ആ തിന്മ ഒഴിവാക്കി അതിന് ഇസ്തിഗ്ഫാറൊക്കെ തേടിയാൽ അവന്റെ കൽബ് പഴയ പോലെയാകും. വഇൻ സാദ സാദത്, അവൻ തിന്മ കൂടിയാൽ അവന്റെ ഈ കറുത്ത അടയാളവും കൂടും. ഹത്താ തഅലു ഖൽബഹു, അവന്റെ കൽബ് മുഴുവൻ ആ കറുത്തു പോകുന്ന അവസ്ഥയുണ്ടാകും. ഫദാലിക അർറാനു അല്ലദീ ദക്കറഹുല്ലാഹ്, അതാണ് അല്ലാഹു പറഞ്ഞ അർറാൻ, ഒരു മറ, കൽബിനിടുന്ന മറ എന്ന് പറഞ്ഞത് സൂറത്തുൽ മുത്തഫിഫീനിൽ കാണാം. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ ഫലമായി അവരുടെ കൽബിൽ ഒരു റാൻ എന്ന് പറഞ്ഞാൽ മറ, കറുത്ത ഒരു മൂടി അവർക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ തിന്മ ചെയ്യും തോറും നമ്മളും അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോവുക എന്ന് മാത്രമല്ല, നമ്മുടെ കൽബിൽ അതൊരു മൂടിയിട്ട് അത് കൽബിനെ കാഠിന്യം ബാധിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. മറ്റൊരു ഹദീസ്, وقال الإمام أحمد حدثنا يعقوب حدثنا أبي عن صالح عن ابن شهاب حدثني عبيد الله بن عبد الله بن عتبة عن عبد الله بن مسعود أن رسول الله صلى الله عليه وسلم قال أما بعد يا معشر قريش, قريشികളെ, فإنكم أهل هذا الأمر ما لم تعصوا الله, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ഈ കാര്യങ്ങളുടെ, കഅബയുടെ മറ്റുമുള്ള കാര്യങ്ങളുടെ അധികാരമുണ്ട്. فإذا عصيتموه, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ബഅസ ഇലൈക്കും മൻ യൽഹാകും കമാ യുൽഹാ ഹാദൽ ഖദീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഒരു മരക്കഷ്ണം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ മരക്കഷ്ണത്തിന്റെ തോല് പൊളിച്ചിട്ട് കാണിച്ചു കൊടുത്തു, ഇതൊഴിവാക്കുന്നത് പോലെ, ആ തോല് പൊളിച്ച് ഉള്ളിലത്തെ ഭാഗം മാത്രം ഉണ്ടാവുമല്ലോ, ഇതൊഴിവാക്കുന്നത് പോലെ നിങ്ങളെ ഈ സ്ഥാനങ്ങളിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതായത് തിന്മകൾക്ക് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണം കൊണ്ടുവരാനില്ല, ഒരു ഗുണം കൊണ്ടുവരാനില്ല. എന്തെല്ലാം ദോഷങ്ങളും അബദ്ധങ്ങളും നമുക്ക് പറ്റുന്നുണ്ടോ നമ്മുടെ തിന്മകളായിരിക്കും, നമ്മുടെ രഹസ്യ ജീവിതം അല്ലെങ്കിൽ പരസ്യമായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങൾ. وذكر أيضا مثل الحديث عن وقيع حدثنا زكريا عن عامر قال كتبت عائشة إلى معاوية, عائشة رضي الله عنها معاوية رضي الله عنه يدي أما بعد فإن العبد إذا عمل بمعصية الله عاد حامده من الناس ذاما, ഒരടിമ അള്ളാഹുവിനെ ധിക്കരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവനെ സ്തുതിച്ചിരുന്ന ആളുകളെല്ലാം അവനെ നിന്ദിക്കുന്ന, ആക്ഷേപിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു ആക്കും. ചിലപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥാനത്തായിരിക്കും, നല്ല ഒരു അവസ്ഥയിലായിരിക്കും, പക്ഷെ അള്ളാഹുവിനെ ധിക്കരിച്ച് തുടങ്ങി അതിൽ മുഴുകിക്കഴിഞ്ഞാൽ നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മെ സ്തുതിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്കൊരു വില കൊടുക്കുന്ന ആളുകൾ തന്നെ നമ്മെ ആക്ഷേപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. وذكر أبو نعيم حليل وتر أثر عن ثالث بن أبي الجعد عن أبي الدرداء, أبو الدرداء رضي الله عنه بريان قال ليحذر امرؤ أن تلعنه قلوب المؤمنين من حيث لا يشعر, മുഅ്മിനീങ്ങൾ സൂക്ഷിക്കട്ടെ, ഓരോരുത്തരും സൂക്ഷിക്കട്ടെ, മുഅ്മിനീങ്ങളുടെ കൽബ് അവനെ ശപിക്കുന്ന ഒരവസ്ഥ, അവനറിയാതെ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവൻ സൂക്ഷിക്കട്ടെ. ثم قال تدري مما هذا, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണെന്നറിയോ? قلت لا, അപ്പോൾ അദ്ദേഹം പറഞ്ഞു لا, ഇത് കേൾക്കുന്ന ആൾ പറഞ്ഞു لا. قال, അപ്പോൾ അദ്ദേഹം പറഞ്ഞു إن العبد يخلو بمعاصي الله, ഒരടിമ മറ്റാരും കാണാതെ അറിയാതെ രഹസ്യമായി അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ്. فيلقى الله بغضه في قلوب المؤمنين من حيث لا يشعر, അവൻ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ മറ്റുള്ള മുഅ്മിനീങ്ങളുടെ കൽബിൽ അവനോടുള്ള വെറുപ്പ് അള്ളാഹു തആല ഇട്ടു കൊടുക്കും.
തിന്മ ചെയ്യുന്നത് വേറെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരാളുടെ തിന്മ നമ്മൾ അറിഞ്ഞു, അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന വെറുപ്പല്ലേ ഈ പറയുന്നത്. രഹസ്യമായിട്ട് നമ്മളൊരു തിന്മ ചെയ്യാം, ഒരാളും കാണുന്നില്ല എന്നുള്ള രീതിയിൽ, ഒരു സൃഷ്ടിയും കാണുന്നില്ല അറിയുന്നില്ല എന്ന രീതിയിൽ തിന്മ ചെയ്താലും മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അവനോടുള്ള വെറുപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. അതുപോലെ വദക്കർ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് ഫി കിതാബ് الزهد لأبيه عن محمد بن سيرين മുഹമ്മദ് ബിൻ സിരീൻ അദ്ദേഹം അന്നഹു ലമ്മാ റകിബഹു الدين اغتم لذلك അദ്ദേഹത്തിന് ഒരിക്കൽ കടബാധ്യതകൾ കൂടി, അതുകൊണ്ട് ഭയങ്കരമായി മാനസിക സമ്മർദ്ദത്തിലായിരുന്ന സമയത്ത് ഫഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അഅരിഫു ഹാദൽ ഗമ്മ ബിദംബിൻ അസബ്തുഹു മുൻദു 40 സന. എനിക്കിപ്പോ ഈ മാനസികമായിട്ട് ഈ ടെൻഷൻ, ഈ കടബാധ്യതകളെല്ലാം കൂടി ഈ പ്രശ്നം ഉണ്ടായത് ഞാൻ 40 വർഷം മുമ്പ് ചെയ്ത ഒരു തിന്മയുടെ ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. അങ്ങേയറ്റ ഉൾക്കാഴ്ചയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. അങ്ങേയറ്റ ഉൾക്കാഴ്ചയുള്ളവർക്കാണ് അള്ളാഹു നൽകിയ നിഅമത്ത് തന്റെ ഏതൊരു കർമ്മം കൊണ്ട് ലഭിച്ചതാണ്, അല്ലെങ്കിൽ താൻ എപ്പോൾ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരമാണ് എന്ന് മനസ്സിലാവുള്ളൂ. തനിക്ക് ബാധിച്ച ഒരു മുസീബത്ത് അത് ഏതൊരു തിന്മയുടെ അനന്തര ഫലമാണെന്ന് മനസ്സിലാവുള്ളൂ. അറിവില്ലാത്തവർക്ക് മനസ്സിലാവില്ല. അങ്ങേയറ്റ ഉൾക്കാഴ്ചയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തവർ ഇത് എന്തുകൊണ്ടാ വന്നത് തന്നെ അറിയാതെ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വഹാഹുന എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നുക്തത്തുൻ ദഖീഖത്തുൻ യഗ്ലുതു ഫീഹ അന്നാസ് ഫീ അംരി ദം, പാപത്തിന്റെ വിഷയത്തിൽ അധിക ആളുകളും തെറ്റിപ്പോകുന്ന ഒരു കാര്യം, വഹിയ അന്നഹും ലാ യറൗന തഅ്സീറഹു ഫിൽ ഹാൽ, അവർ വിചാരിക്കും ഞാൻ ഈ തിന്മ ചെയ്ത സമയത്തൊന്നും അതിന്റെ അനന്തരഫലം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിന്റെ കുഴപ്പമൊന്നും ഉണ്ടാവൂല. അവൻ മറന്നുപോകും, ഇതിന്റെ അനന്തരഫലം വരാൻ കിടക്കുന്നുള്ളൂ, കുറച്ച് വൈകിപ്പിച്ചിരിക്കുകയാണെന്ന് അവൻ മറന്നുപോകും. അധിക ആളുകളും വിചാരിക്കും തിന്മ ചെയ്തു അപ്പൊ തന്നെ അതിന്റെ ഫലമൊന്നുമില്ല, അപ്പൊ അത് കഴിഞ്ഞു, ഇനിയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു കവി പറഞ്ഞതുപോലെ, ഇദാലം യുഗബ്ബർ ഹായിതുൻ ഫീ വുഖൂഇഹി, ഒരു മതില് പൊളിഞ്ഞു വീഴുമ്പോ അതിന്റെ പൊടിപടലം ഉണ്ടായിട്ടില്ല എങ്കിൽ ഫലൈസ ലഹു ബഅദൽ വുഖൂഇ ഗുബാറു, അതിനുശേഷം ഇനി പൊടിപടലൊന്നും ഉണ്ടാവൂല. അതായത് തിന്മ ചെയ്യുന്ന സമയത്തൊന്നുമില്ല എങ്കിൽ ഇനി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന പോലെ ആളുകൾ വിചാരിച്ചു പോകും. എന്നിട്ട് പറയാണ്, വമാ അക്സറുൽ മുഖ്തരീന ബിഹാ മിനൽ ഉലമാഇ വൽ ഫുദലാ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാരും ശ്രേഷ്ഠരായ ആളുകളും പോലെ പോലും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ഫദ്ലൻ അൽ ജുഹാൽ, ജാഹിലിങ്ങളുടെ കാര്യം പറയണ്ട, പക്ഷേ ഇൽമുള്ള ആളുകൾ പോലും തിന്മയുടെ അനന്തരഫലം വൈകി വരും എന്നുള്ളതിനെ കുറിച്ച് അശ്രദ്ധനാണ്. വലം യഅലമുൽ മുഗ്തറു അന്ന الذنب ينقض ولو بعد حين ما ينقض السم, ഒരു വിഷം ശരീരത്തിൽ കയറി അത് കുറച്ചു കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം ഫലമുണ്ടാക്കുന്നത് പോലെ ഈ പാപങ്ങൾക്ക് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഫലമുണ്ടാകുമെന്നതിനെ തൊട്ട് പലരും അശ്രദ്ധരായിരിക്കുകയാണ്. അതുപോലെ ഇനിയൊരു അസ്ർ കൊടുക്കുകയാണ് അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഅ്ബുദുല്ലാഹ കഅന്നകും തറൗനഹു, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക അല്ലാഹുവിനെ കാണുന്നത് പോലെ. വഅദ്ദു അൻഫുസകും ഫിൽ മൗത, നീ മരണത്തിന് വേണ്ടി നിന്റെ നഫ്സിനെ നീ ഒരുക്കിക്കൊള്ളുക, അല്ലെങ്കിൽ ആ മരിക്കുമെന്നുള്ള ബോധത്തിൽ നീ ജീവിക്കുക. വഅലമു അന്ന ഖലീലൻ യുഗ്നീകും ഖൈറുൻ മിൻ കസീരിൻ യുത്ഗീകും, നിന്നെ തെറ്റിച്ച് കളയുന്ന അധികരിച്ച സമ്പത്തും സൗകര്യത്തിനേക്കാളും നല്ലത് നിന്നെ നല്ല രീതിയിൽ നിരാശ്രയനാക്കുന്ന കുറഞ്ഞ കാര്യങ്ങളാണ്. വഅലമു അന്നൽ ബിർറ ലാ യുബ്ലാ, നീ മനസ്സിലാക്കണം പുണ്യം ഒരിക്കലും നശിച്ചു പോകില്ല. വഅന്നൽ ഇസ്മ ലാ യുൻസാ, പാപം ഒരിക്കലും മറക്കപ്പെടുകയുമില്ല. അതായത് പാപം മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല, അതിന്റെ ഫലം ഉണ്ടാകുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും. വനവറ ബഅദുൽ ഉബ്ബാദി ഇല സബി, ചില അല്ലാഹുവിനെ നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ മീശയും താടിയും മുളക്കാത്ത ആൺകുട്ടികൾ ഒരു ആൺകുട്ടിയെ നോക്കി. ഫതഅമ്മല മഹാസിനഹു, അവന്റെ സൗന്ദര്യം ആലോചിച്ച് അതിനെ ആസ്വദിച്ചു. ഫൗതിയ ബിഹി മനാമിഹി വഖീല ലഹു, അവന്റെ സ്വപ്നത്തിൽ കാണിപ്പിക്കപ്പെട്ടു, ലതജിദന്ന ഗിബ്ബഹാ ബഅദ 40 സന, നീ ചെയ്തതിന്റെ ഫലം 40 കൊല്ലത്തിന് ശേഷം നീ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. ഹാദാ മഅന്ന ലിദ്ദംബി നഖദൻ മുഅജ്ജനൻ ലാ യതഖർ അൻഹു, അതുപോലെ തന്നെ തിന്മക്ക് അനന്തരമായ ഫലങ്ങൾ ഉള്ളതുപോലെ തന്നെ അപ്പോൾ തന്നെ അനുഭവിക്കുന്ന ചില ഫലങ്ങളും ഉണ്ടാവും. قال سليمان التيمي رحمه الله പറയാണ്, إن الرجل ليصيب الذنب في السر فيصبح عليه مذلته, ഒരു അടിമ അവൻ രഹസ്യത്തിൽ ഒരു തിന്മ ചെയ്യാണ് രാവിലെ ആകുമ്പോൾ അതിന്റെ ദില്ലത്ത് അത് അവന്റെ മുഖത്ത് അല്ലെങ്കിൽ അവനിൽ അത് പ്രകടമായിരിക്കും എന്ന് പറയാണ്. വഖാല ദുന്നൂൻ സൽഫുകൾപ്പെട്ട വ്യക്തിയുണ്ട്, മൻ ഖാന അല്ലാഹ ഫിസ്സിർ ഹതക അല്ലാഹു സിത്രഹു ഫിൽ അലാനിയ,
ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ രഹസ്യത്തിൽ വഞ്ചിച്ചാൽ അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ പരസ്യത്തിൽ അവന്റെ മറയെ അള്ളാഹു നീക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ ധാരാളം തിന്മകൾക്കുള്ള ദോഷങ്ങൾ വരാനിരിക്കുന്നതുണ്ടാകും, അപ്പോൾ തന്നെ ഉണ്ടാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഓരോന്നോരോന്ന് എണ്ണി പറയുകയാണ്. തിന്മയുടെ അനന്തരഫലങ്ങളായിട്ട് ഒരു അടിമ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളെ, ദോഷങ്ങളെ ഓരോന്നായി എണ്ണി പറയുകയാണ്. അൽ ആസാറുൽ ഖബീഹ ലിൽ മആസി, തിന്മകൾക്കുണ്ടാകുന്ന ഏറ്റവും മോശപ്പെട്ട അനന്തര ഫലങ്ങൾ. വലിൽ മആസി മിനൽ ആസാരിൽ ഖബീഹത്തിൽ മദ്മൂമ വൽ മുദിറത്തി ബിൽ ഖൽബി വൽ ബദൻ ഫി ദുനിയ വൽ ആഖിറ മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ്. തിന്മകൾക്ക് നിന്ദ്യമായിട്ടുള്ള അനന്തരഫലങ്ങളുണ്ട്. അത് അവന്റെ കൽബിനും ശരീരത്തിനും പരലോകത്തിനും ദോഷം ചെയ്യും. അള്ളാഹുവിന് മാത്രമേ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുള്ളൂ. ഫമിൻഹ, അതിൽപ്പെട്ടതാണ് ഹിർമാനുൽ ഇൽം, ഇൽമ് നഷ്ടപ്പെടും, ദീനിനെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടും. ഫഇന്നൽ ഇൽമ നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ബിൽ ഖൽബ്, ഇൽമ് എന്ന് പറഞ്ഞാൽ നൂറാണ്, അത് അള്ളാഹു ഒരാളുടെ കൽബിൽ ഇട്ടു കൊടുക്കുന്നതാണ്. വൽ മഅസിയതു തുത്ഫിഉ ദാലിക നൂർ, തിന്മകൾ ആ പ്രകാശത്തെ കെടുത്തിക്കളയും. ഇൽമ അള്ളാഹു ഇട്ടു കൊടുക്കുന്ന പ്രകാശമാണ്. അത് കസ്റത്തുൽ കുത്തുബോ, കുറെ കിതാബ് പഠിച്ചോ, കുറെ കിതാബ് എഴുതിയോ, അത് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇൽമ ഒരു നൂറാണ്. ഇമാം ബർബഹാരി എല്ലാം ശർഹ് സുന്നയിൽ പറയുന്നത് പോലെ ലൈസൽ ഇൽമു ബികസ്റത്തി റിവായ, കുറെ ഹദീസ് റിവായത്ത് ചെയ്തു, കുറെ കസ്റത്തുൽ കുതുബ്, കുറെ കിതാബുകൾ എഴുതി, കുറെ കിതാബുകൾ വായിച്ചു, ഇതല്ല ഇൽമ. ഇൽമ എന്ന് പറഞ്ഞാൽ നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ബിഖൽബിൽ അബ്ദ്, ഒരടിമയുടെ കൽബിൽ അള്ളാഹു ഇട്ട് കൊടുക്കുന്ന നൂറാണ്. എന്നാൽ മാത്രമേ ഇൽമു ഉപകരിക്കുള്ളൂ. ഇൽമു പഠിക്കണം, പക്ഷെ അത് ഉപകരിക്കണമെങ്കിൽ ആ നൂറ് വേണം. അത് തിന്മകളാൽ കെട്ടുപോകും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ ഇമാം മാലിക്കിന്റെ അടുക്കൽ കിതാബ് പാരായണം ചെയ്യാണ്, അഥവാ കിതാബുകൾ പഠിക്കുകയാണ്. അപ്പൊ ഇമാം മാലിക്കിന് ഇമാം ഷാഫിഈന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധി വൈഭവവും അതുപോലെ തന്നെ കഴിവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പൂർണ്ണതയും എല്ലാം ബോധ്യപ്പെട്ടപ്പോൾ ഇമാം മാലിക് ഇമാം ഷാഫിഈയോട് പറഞ്ഞു, ഇന്നി അറല്ലാഹ ഖദ് അൽഖ അലാ ഖൽബിക നൂറൻ, ഞാൻ കാണുന്നു അല്ലാഹ് നിന്റെ കൽബിൽ ഒരു നൂറിട്ട് തന്നിട്ടുണ്ട്. ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ, നീ തിന്മ ചെയ്ത് കെടുത്തിക്കളയരുത്, നീ പാപം ചെയ്തിട്ട് അതിനെ ഇരുട്ടിലാക്കി കളയരുത് എന്ന് ഇമാം മാലിക് ഉപദേശിച്ചു. വഖാല ഷാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫിഈയുടെ പ്രശസ്തമായിട്ടുള്ള ബൈത്തുകളാണ് ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി, എന്റെ ഹിഫ്ള് കുറച്ച് കുറവാണ് എന്നതിനെ തൊട്ട്, നല്ല ഹിഫ്ളുള്ള ആളെ ഇമാം ഷാഫിഈ, എന്നിട്ട് പറഞ്ഞു എന്റെ ഹിഫ്ള് കുറച്ച് കുറവാണ് എന്നതിനെ തൊട്ട് ഞാൻ വഖീഇനോട് പരാതി പറഞ്ഞു. ഈ ബൈത്തിൽ ചില പ്രശ്നങ്ങൾ പറയാറുണ്ട്. കാരണം ഇമാം ഷാഫിഈ വക്കീനെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിൽ ചില സംശയങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ ആശയം പറയാൻ വേണ്ടി പറയാം. ഫർഷദനി ഇലാ തർക്കിൽ മആസി, എന്നോട് പറഞ്ഞു വഖീ തിന്മകൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. വഖാല അഅലം ബിഅന്നൽ ഇൽമ ഫദ്ലുൻ, എന്നിട്ട് പറഞ്ഞു ഇൽമ എന്ന് പറഞ്ഞാൽ ഒരു ഫദ്ലാണ്. വഫദ്ലുല്ലാഹി ലാ യുഅതാഹു ആസിൻ, ആ ഫദ്ല് ചില റിവായത്തിൽ നൂറാണ്, അത് ഒരു തിന്മ ചെയ്യുന്നവന് ലഭിക്കുകയില്ല. അപ്പൊ ഇൽമ നിലനിൽക്കണമെങ്കിൽ, ഇൽമ ലഭിക്കണമെങ്കിൽ തിന്മകൾ ഒഴിവാക്കണം. വമിൻഹ, രണ്ടാമത്തെ കാര്യം ഹിർമാനു റിസ്ഖ്, റിസ്ഖ് തടയപ്പെടും. തിന്മയിൽ മുഴുകിയാൽ റിസ്ഖ് തടയപ്പെടും. വഫിൽ മുസ്നദ്, മുസ്നദിൽ വന്നിട്ടുള്ള ഹദീസാണ്, ഇന്നൽ അബ്ദ ലയഹ്റമ റിസ്ഖ ബിദംബി യുസീബുഹു, ഒരു അടിമയ്ക്ക് അവന്റെ റിസ്ഖ് തടയപ്പെടും അവൻ ചെയ്തിട്ടുള്ള തിന്മ കാരണത്താൽ. തിന്മകൾ കാരണത്താൽ അവൻ അള്ളാഹു നൽകുന്ന റിസ്ഖിൽ കുറവ് സംഭവിക്കും, അത് തടയപ്പെടുന്ന അവസ്ഥയുണ്ടാവും. ഏതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് റിസ്ഖ് കൊണ്ടുവരുന്നത് പോലെ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് അവൻ ചിന്തിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവനുള്ള റിസ്ഖ് വന്നെത്തും. തിന്മ ചെയ്യുന്നവന് അവന്റെ റിസ്ഖ് തടയപ്പെടുന്ന അവസ്ഥയും ഉണ്ടാവും. തഖ്വ ഒഴിവാക്കിയാൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകും. അത് ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബിന്റെ ദാരിദ്ര്യം പ്രധാനമാണ് കേട്ടോ. കുറെ സമ്പത്ത് വസ്തുക്കളായിട്ട്, ഇപ്പൊ സ്വർണമോ വെള്ളിയോ പണമോ ആയിട്ട് ഉണ്ടായിട്ട് കൽബിൽ ദാരിദ്ര്യ ഭയവും ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി, ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നാൽ കയ്യിൽ തന്റെ അന്നന്നത്തെ ആവശ്യത്തിന് മാത്രം ഉണ്ടായിട്ട് ഏറ്റവും നല്ല വിശാലതയിൽ ജീവിക്കുന്ന ഒരാളെ അവസ്ഥ ആലോചിച്ച് നോക്കി. തഖ്വ കൊണ്ട് അത് ലഭിക്കുള്ളൂ. പാപം ഒഴിവാക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റിസ്ക് കൊണ്ടുവന്നു തരുന്ന മറ്റൊരു കാര്യവുമില്ല. പാപങ്ങൾ റിസ്കിനെ തടയും. മൂന്നാമത്തെ അവന്റെയും അള്ളാഹുവിന്റെയും അടുക്കൽ പാപങ്ങളിൽ മുഴുകുന്ന ഒരുവൻ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും, വഹ്ശത്ത് അനുഭവിക്കും, ഏകാന്തത അനുഭവിക്കും. അള്ളാഹുമായിട്ടൊരു ബന്ധം അവന് കിട്ടില്ല.
ലാ തുവാസിനുഹാ വലാ തുഖാരിനുഹാ ലദ്ദത്തുൻ അസ്ലൻ. അവനൊരു ആസ്വാദനം കിട്ടൂല. അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ യാതൊരു മാധുര്യം ഉണ്ടാവില്ല. വലൗ ഇജ്തമഅത് ലഹു ലദ്ദാതു ദുനിയാ ബിഅസ്രിഹാ ലം തഫി ബിദിൽകൽ വഹ്ശ. അവന് ദുനിയാവിലെ എല്ലാവിധ ആസ്വാദനങ്ങളും അവന് ചുറ്റുമുണ്ടെങ്കിലും അള്ളാഹുമായിട്ടുള്ള അവന്റെ വഹ്ശത്ത് അവന്റെ ഉള്ളിൽ നിന്ന് പോകില്ല. വഹാദ അംറു ലാ യുഹിസ്സു ബിഹി ഇല്ലാ മൻ ഫീ ഖൽബിഹി ഹയാത്തുൻ. ഇത് ആർക്കേ ഉണ്ടാവുള്ളൂ? ഖൽബിന് കുറച്ച് ജീവനുള്ളവനെ ഉണ്ടാവുള്ളൂ. അതായത് അള്ളാഹുമായിട്ടൊരു ബന്ധം ആസ്വദിച്ചിട്ടുള്ള ഖൽബിന് ജീവനുള്ള ഒരുവൻ തിന്മ ചെയ്താൽ അവന് ആ വഹ്ശത്ത് അനുഭവപ്പെടും. അല്ലാത്തവർക്ക് എന്താണ്? അല്ലാത്തവർക്ക് എന്ത് അള്ളാഹിനായിട്ടുള്ള ബന്ധം? അള്ളാഹിനായിട്ടൊരു അടുപ്പറിയാത്തവൻ എന്ത് വഹ്ശത്ത് അനുഭവിക്കാനാണ്? എന്നിട്ട് ഇബ്നു ഖയ്യിം ഒരു ബൈത്ത് കൊടുക്കാണ്, വമാലി ജുർഹി ബിമയ്യിത്തിൻ ഈലാമു. ശവത്തിന്റെ മേലെ മുറി ഉണ്ടാക്കിയാൽ എന്താവൂല? ശവത്തിന് വേദന എടുക്കില്ല. മയ്യത്തിന് എന്താവൂല? വേദന എടുക്കില്ല. അപ്പൊ കൽബ് ചത്തുപോയ ഒരുത്തന് അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞോണ്ട് എന്തുണ്ടാവാനാ? അവനൊന്നും അറിയില്ല. പക്ഷെ അള്ളാഹുമായിട്ട് ബന്ധം ആസ്വദിച്ച ഒരുത്തൻ തിന്മ സംഭവിച്ചാൽ അവൻ എന്തുണ്ടാകും? ആ ഏകാന്തത ഉണ്ടാവും. ഫലൗലം തുത്റകി ദുനൂബ ഇല്ലാ ഹദറൻ മിൻ വുഖൂഇ തിൽകൽ വഹ്ശ ലകാന അൽ ആഖിൽ ഹുദ്ദിയൻ ബിതർകിഹാ. ബുദ്ധിയുള്ളവൻ ഈ ഒരു ഏകാന്തത അവൻ അനുഭവിക്കുന്നു എന്നത് തന്നെ ആ തിന്മ ഒഴിവാക്കാൻ അവന് പ്രേരണയായിട്ടുള്ള കാര്യമായിട്ട് മാറും എന്ന് പറയാം. അപ്പോ തിന്മ ചെയ്താൽ അള്ളാഹുമായിട്ട് പിന്നെ ഏകാന്തതയാവും. വലൈസ അലൽ ഖൽബി അമറു മിൻ വഹ്ശതി ദംബി അലൽ ദംബ്. ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഖൽബിനുള്ള ഉണ്ടാവുകയില്ല, ഈ ഏകാന്തത അനുഭവിക്കേണ്ടി വരിക. വമിൻഹ, നാലാമത്തേത്, അൽ വഹ്ശതു അല്ലതി തഹ്സുലു ബൈനഹു വബൈനൻ നാസ്. അള്ളാഹുമായിട്ടുള്ള ഏകാന്തത പറഞ്ഞു, ജനങ്ങളുമായിട്ടും അവൻ ഒറ്റപ്പെടൽ അനുഭവിക്കും. അവന്റെ ചുറ്റുമുള്ള ആളുകളുമായിട്ടും അവൻ ഒറ്റപ്പെടൽ ഉണ്ടാവും. വലാ സിയ്യമാ അഹ്ലുൽ ഖൈർ മിൻഹും. അതിൽ പ്രത്യേകിച്ച് ഖൈറിന്റെ ആളുകൾ, തഖ്വയുടെ സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾ, അവരുമായിട്ട് അവന് ഒരു ബന്ധം കിട്ടൂല, അവൻ ഒറ്റപ്പെടൽ അനുഭവിക്കും. ഫൈന്നഹു യജിദു വഹ്ശത ബൈനഹു വബൈനഹും. അവന്റെയും ഇടയിൽ ഒരു ഏകാന്തതയായിരിക്കും. വകുല്ലമാ ഖബിയത് തിൽകൽ വഹ്ശതു ബഅദ മിൻഹും വമിൻ മുജാലസതിഹിം. എത്രത്തോളം അവൻ തിന്മ ചെയ്ത ഏകാന്തത വർദ്ധിക്കുന്നുവോ അത്രത്തോളം ഈ സ്വാലിഹ്യങ്ങളുടെയും ഖൈറിന്റെ ആളുകളുടെയുമായിട്ട് അവൻ വിട്ടുനിൽക്കും. പിന്നെ അവരോടൊപ്പം കൂടാൻ അവന് തോന്നില്ല, അവരെ സദസ്സിലിരിക്കാൻ അവൻ തോന്നില്ല, അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടേയിരിക്കും. വഹുരിമ ബറകത്തുൽ ഇന്തിഫാഇ ബിഹിം. അവരിൽ നിന്ന് ലഭിക്കുന്ന ബറക്കത്ത്, നേട്ടങ്ങൾ അത് നഷ്ടപ്പെടും. ആ നേട്ടത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. വഖറുവ മിൻ ഹിസ്ബി ശൈത്താൻ. പിന്നെ അവൻ അടുത്തുകൊണ്ടിരിക്കുക പിശാചിന്റെ ആളുകളുമായിട്ടായിരിക്കും. ബിഖദ്രി മാ ബഅദ മിൻ ഹിസ്ബിർ റഹ്മാൻ. ഈ റഹ്മാനായ റബ്ബിന്റെ ആളുകളിൽ നിന്ന് എത്ര അകലുന്നുവോ അത്രത്തോളം പിശാചിന്റെ ആളുകളുമായിട്ട് കൂടും. വതഖ്വാ ഹാദിഹിൽ വഹ്ശതു ഹത്താ തുസ്തഹ്കമ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ ആ ഏകാന്തത കടുത്തുകൊണ്ടേയിരിക്കും. ഫതഖഅ ബൈനഹു വബൈന ഇംറാതിഹി വവലദിഹി വഖാരിബിഹി വബൈനഹു വബൈന നഫ്സിഹി. ആ ഒറ്റപ്പെടൽ അവന്റെ വീട്ടിലെ മക്കളും ഭാര്യയും അവന്റെ കുടുംബക്കാരുമായിട്ട് തന്നെ അവൻ അനുഭവിക്കേണ്ടി വരും, അവന്റെ സ്വന്തത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. ഫതറാഹു മുസ്തൗഹിശൻ ബിനഫ്സിഹി. അവന്റെ ഉള്ളിൽ തന്നെ ഒരു ബന്ധം കിട്ടാത്ത ഒറ്റപ്പെടലായിരിക്കും അവനുണ്ടാവുക. സ്വന്തത്തോട് തന്നെ ഒരു ഏകാന്തത അനുഭവിക്കുന്ന അവസ്ഥയാണ് അവനുണ്ടാവുക, തിന്മയിൽ മുഴുകുന്ന ആളുകൾ. വഖാല ബഅദു സലഫ്. ചില സലഫുകൾ പറയാറുണ്ട്, ഇന്നി ലാ അസി അല്ലാഹ് ഫഅറാ ദാലിക ഫീ ഖുലുഖി ദാബതി വംറഅതി. ഞാൻ അല്ലാഹുവിനെ ധിക്കരിച്ചാൽ അതെന്റെ ഭാര്യയുടെയും എന്റെ വാഹനമൃഗത്തിന്റെയും വരെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അതിന്റെ അനന്തരഫലം ഞാൻ കാണാറുണ്ട്. നമ്മൾ അള്ളാഹിനെ ധിക്കരിച്ചോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് വരെ അതിന്റെ നിന്ദ്യത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ചില സലഫുകൾ വീട്ടിലത്തെ എലിയിൽ നിന്ന് വരെ അത് അനുഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം അത്രത്തോളം നമ്മുടെ വാഹനമൃഗം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും നമ്മുടെ മക്കളും ഇണകളും എല്ലാം അതിൽ നിന്ന് അനന്തരഫലം അനുഭവിക്കുന്ന പോലെ ഉണ്ടാവും നമുക്ക്. വമിൻഹ, അഞ്ചാമത്തേത്, തഅസീറു ഉമൂരിഹി അലൈഹി. അവന്റെ കാര്യങ്ങളെല്ലാം ഞെരുങ്ങിക്കൊണ്ടേയിരിക്കും, അവന്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇടുങ്ങിക്കൊണ്ടിരിക്കും. ഫലാ യതവജ്ജഹു ലിഅംരിൻ ഇല്ലാ യജിദുഹു മുഗ്ലഖൻ ദൂനഹു ഔ മുതഅസ്സിറൻ അലൈഹി. അവൻ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ നിന്നൊരു തുറവി ഉണ്ടാവില്ല, എല്ലാം അടഞ്ഞു കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞെരുങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാകും. വഹാദാ കമാ അന്ന മൻ ഇത്തഖല്ലാഹ് ജഅല ലഹു മിൻ അംരിഹി യുസ്റ. എന്നാൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരുവന് അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ഫമൻ അത്തല തഖ്വ ജഅല ലഹു മിൻ അംരിഹി ഉസ്റ. ആരെങ്കിലും തഖ്വ ഒഴിവാക്കിയാൽ അവന്റെ കാര്യങ്ങളെല്ലാം ഞെരുങ്ങിയതായി മാറുകയും ചെയ്യും. വയാ അല്ലാഹുൽ അജബ് كيف يجد العبد أبواب الخير وأبواب المصالح مسدودة عنه وطرقها معسرة عليه وهو لا يعلم من أين أتي. എങ്ങനെയാണ് ഒരുത്തന് നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുക, എങ്ങനെയാണ് ഖൈറിന്റെ കവാടങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക? അതിലുള്ള മാർഗങ്ങളെല്ലാം ഇതുപോലെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവൻ എവിടെ ചെന്നാണ് അവസാനിക്കുക എന്ന് പോലും അവനറിയില്ല. അപ്പോൾ കാര്യങ്ങൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും.
ആറാമത്തേത് വമിൻഹാ ളുൽമത്തുൻ യജിദുഹാ ഫീ ഖൽബിഹി ഹഖീഖതൻ, യഥാർത്ഥത്തിൽ അവന്റെ കൽബ് ആകെ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിലായിരിക്കും. ഒരു പ്രകാശം പോലും ഇല്ലാതെ കൽബ് ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിലായിരിക്കും. യുഹിസ്സു ബിഹാ കമാ യുഹിസ്സു ബിദുൽമത്തിൽ ലൈലിൽ ബഹീം ഇദാ ഇദല്ലഹമ്മ വതസ്ഇദ്ലഹമ്മ ഫതസീറു ദുൽമത്തുൽ മഅസിയ ലിഖൽബിഹി കദുൽമത്തിൽ ഹിസ്സിയ ലിബസരിഹി. ഒരു കൂരാകൂരിരുട്ട് രാത്രിയിൽ ഒരവസ്ഥയിലാകുന്നത് പോലെ, അതുപോലെ കണ്ണ് കാണാത്തത് പോലെ അവന്റെ കൽബിന്റെ അവസ്ഥയാവും. അവൻ ഇരുട്ടത്തായി മാറുന്ന അവസ്ഥയാവും. ഫഇന്ന ത്വാഅത നൂറുൻ വൽ മഅസിയത ദുൽമത്തുൻ. അല്ലാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് പ്രകാശമാണ്, അല്ലാഹുവിനെ ധിക്കരിക്കുക എന്നുള്ളത് ഇരുട്ടാണ്. വകുല്ലമാ ഖവിയത് ദുൽമത് ഇസ്ദാദത് ഹീറതുഹു. എത്രത്തോളം ദുൽമ വർദ്ധിക്കുന്നുവോ അത്രത്തോളം ഇരുട്ട് വർദ്ധിക്കുന്നു, അത്രത്തോളം അവൻ അപകടത്തിലാകും. ഹത്താ യഖഅ ഫിൽ ബിദ്അഇ വദ്ദലാലാതി വൽ ഉമൂരിൽ മുഹ്ലികതി വഹുവ ലാ യശ്ഉർ. അവൻ അറിയാതെ തന്നെ അവൻ ചെന്നുപോയി പെടുന്നത് ബിദ്അത്തുകളിലും വഴികേടുകളിലും അതുപോലെ അവനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലായിരിക്കും. കഅമ ഖറജ ഫീ ദുൽമത്തിൽ ലൈലി യംശി വഹദ. ഏതുപോലെ ഒരു അന്ധൻ രാത്രിയുടെ ഇരുട്ടിൽ ഒറ്റക്ക് നടക്കാൻ ഇറങ്ങിയതുപോലെ അവൻ എന്താവും, എവിടെയെങ്കിലും പോയി വീഴും, എന്തെങ്കിലും അപകടം പറ്റും. അതുപോലെ അവന്റെ ഖൽബ് മാറും. വതഖ്വ ഹാദിഹി ദുൽമതു ഹത്താ തുദ്ഹറ ഫിൽ ഐൻ ثم تقوى حتى تعلو الوجه وتصير سوادا فيه يراه كل احد. ആ തിന്മ വർദ്ധിക്കുന്ന അനുസരിച്ച് ആ ഇരുട്ട്, ആ കൽബിന്റെ ഇരുട്ട് അവന്റെ മുഖത്ത് പ്രകടമാവും. ആളുകൾക്ക് കാണാൻ പറ്റും അവന്റെ മുഖത്തുള്ള ആ ഇരുട്ട്, പാപങ്ങളുടെ ആ ഒരു കരിവാളിപ്പ് അവന്റെ മുഖത്ത് പ്രകടമാകുന്ന അവസ്ഥ ഉണ്ടാകും. ഖാല അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ള ഒരു അസറിൽ കാണാം, ഇത് ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞതായിട്ടും വന്നിട്ടുണ്ട്. ഇന്ന ലിൽ ഹസനതി ദിയാഉൻ ഫിൽ വജ്ഹ്. മുഖത്തിന് നന്മകൾക്ക് മുഖത്തൊരു പ്രകാശം ഉണ്ടാകും. വനൂറൻ ഫിൽ ഖൽബ്. ഖൽബിൽ ഒരു പ്രകാശം ഉണ്ടാകും. വസിഅതൻ ഫിൽ റിസ്ഖ്. റിസ്ഖിൽ വിശാലത ഉണ്ടാകും. വഖുവ്വതൻ ഫിൽ ബദൻ. ശരീരത്തിന് ശക്തി ഉണ്ടാകും. വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖ്. സൃഷ്ടികളുടെ ഖൽബിൽ ആ ഇഷ്ടമുട്ട് കൊടുക്കും. വഇന്ന ലിസ്സയ്യിഅതി സവാദൻ ഫിൽ വജ്ഹ്. തിന്മ ചെയ്യുന്നവന്റെ മുഖത്ത് ഒരു കറുപ്പുണ്ടാകും. വദുൽമതൻ ഫിൽ ഖൽബ്. ഖൽബിൽ ഇരുട്ടായിരിക്കും. വവഹനൻ ഫിൽ ബദൻ. ശരീരം ദുർബലമായിരിക്കും. വനഖ്സൻ ഫിൽ റിസ്ഖ്. റിസ്ഖിൽ കുറവ് വരും. വബുഗ്ലതൻ ഫി ഖുലൂബിൽ ഖൽഖ്. സൃഷ്ടികളുടെ ഖൽബിൽ അവനോടുള്ള വെറുപ്പുണ്ടാകും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നവന് മാത്രമേ ഈ തരത്തിലുള്ള നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏഴാമതായിട്ട് പറയുന്നു വമിൻഹ അന്നൽ മആസിയ തൂഹിനുൽ ഖൽബ വൽ ബദൻ. ഒരു തിന്മകൾ എന്നുള്ളത് അവന്റെ കൽബിനെയും ശരീരത്തിനെയും ദുർബലമാക്കി കളയും. അമ്മ വഹ്നുഹാ ലിൽ ഖൽബി ഫഅംറുൻ ളാഹിറുൻ. കൽബിന്റെ അവസ്ഥ അത് പ്രകടമായി അറിയുന്നതാണ്. ബൽ ലാ തസാലു തൂഹിനുഹു ഹത്താ തസീല ഹയാതഹു ബിൽ കുല്ലിയ. അവന്റെ ജീവിതം മൊത്തം അങ്ങേയറ്റം നിന്ദതയിലും ദുർബലതയിലുമായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വമ്മ വഹ്നുഹാ ലിൽ ബദൻ. ശരീരത്തിന്റെ ദുർബലത എന്ന് പറഞ്ഞാലോ ഫൈനൽ മുഅ്മിന ഖുവ്വതുഹു മിൻ ഖൽബി. ഒരു മുഅ്മിനിന്റെ ഖുവ്വത്ത് പറഞ്ഞ യഥാർത്ഥത്തിൽ എവിടെയാണ്? അവന്റെ ഖൽബിലാണ്, അവന്റെ ഈമാനിലാണ്. ഒരു ഈമാൻ എത്രത്തോളം ശക്തമാണോ അത്രത്തോളമാണ് അവന്റെ ശക്തി. വകുല്ലമാ ഖവിയ ഖൽബുഹു ഖവിയ ബദനുഹു. അവന്റെ കൽബ് എത്രത്തോളം ശക്തമാവുമോ അത്രത്തോളം അവന്റെ ശരീരവും ശക്തമാവും. വമ്മൽ ഫാജിറു ഫഇന്നഹു വഇൻ കാന ഖവിയൽ ബദൻ. ഒരു ഫാജിർ, തെമ്മാടിയായിട്ടുള്ളവൻ, അവന്റെ ശരീരം നല്ല ആരോഗ്യമുണ്ട്, നല്ല ബലമുണ്ടെങ്കിലും ഫഹുവ അദ്അഫു ഷൈഇൻ ഇൻദൽ ഹാജ. ഒരു ആവശ്യ സമയത്ത് അവൻ ഏറ്റവും ദുർബലമായിക്കോളും. ഒരാവശ്യത്തിന്റെ സമയത്ത് അവൻ ഏറ്റവും ദുർബലനായിരിക്കും. ഫതഖൂനുഹു ഖുവ്വതുഹു അഹ്വജ മാ യകൂനു ഇലാ നഫ്സി. അവന്റെ സ്വന്തത്തിന് ഒരു ആവശ്യം വരുന്ന സമയത്ത് അവന്റെ ശക്തി, ശരീരത്തിന്റെ ശക്തി അവനെ ചതിക്കും, അവനെ വഞ്ചിക്കും. വതഅമ്മൽ ഖുവ്വതൽ അബ്ദാൻ ഫാരിസ വറൂം കൈഫ ഖാനതുഹും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും ശരീരത്തിന്റെ ശക്തി അവരെ എങ്ങനെയാണ് ചതിച്ചത് എന്ന്. അഹ്വജ മാ കാനു ഇലൈഹ. യുദ്ധസമയത്ത്, മുസ്ലിമുകളുമായ യുദ്ധസമയത്ത് അവർക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് വഖഹറഹും അഹ്ലുൽ ഈമാൻ ബിഖുവ്വതി അബ്ദാനിഹിം വഖുലൂബിഹിം. കൽബിന്റെയും ശരീരത്തിന്റെയും ശക്തി കൊണ്ട് ഈമാനിന്റെ ആളുകൾ അവരെ കീഴ്പ്പെടുത്തി. നമ്മൾ ആലോചിച്ച്, ആയുധം കൊണ്ടും ആളുകളുടെ എണ്ണം കൊണ്ടും എല്ലാം കൊണ്ടും റോമും പേർഷ്യക്കാരും ശക്തനാണ്. പക്ഷേ ഈമാനിന്റെ ആളുകൾ അവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ടും അതുപോലെ തന്നെ അവർക്കുള്ള ശാരീരികവും ആയുധവും കൊണ്ടുള്ള ശക്തി കൊണ്ട് ഇത്രയും വലിയ സൈന്യത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ബാഹ്യമായ ശക്തി ഒരാവശ്യ സമയത്ത് അവർക്ക് ഉപകരിച്ചിട്ടില്ല. അപ്പൊ തിന്മകൾ ഒരിക്കലും എന്താകില്ല, തിന്മകൾ അവന്റെ കൽബിനെയും ശരീരത്തിനെയും ദുർബലമാക്കും. വമിൻഹ, തിന്മകളുടെ അനന്തരഫലമാണ് ഹിർമാനു ത്വാഅ. അള്ളാഹുവിനുള്ള അനുസരണം തടയപ്പെടും. പാപങ്ങൾ ചെയ്താൽ
പിന്നെ അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും. ഫലൗലം യകുൻ ലിദ്ദംബി ഉഖൂബത്തുൻ ഇല്ലാ അന്നഹു യസുദ്ദു അൻ തആഅത്തിൻ തകൂനു ബദലഹു. ആ തിന്മക്ക് ഈ ഒരു അവസ്ഥ വരികയാണ്. എന്താണ്? അവൻ തിന്മ ചെയ്താൽ അവൻ അതിന് പകരമായി ചെയ്യേണ്ട നന്മ അവന് തടയപ്പെടും, അനുസരണം തടയപ്പെടും. വയഖ്തഉ ത്വരീഖ തആഅത്തിൻ ഉഖ്റ, അങ്ങനെ ഒരു നന്മ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ തിന്മ ചെയ്യുമ്പോൾ അടുത്ത നന്മ, അടുത്ത അനുസരണം ചെയ്യുന്നതും തടയപ്പെടും. ഫയഖ്തഉ അലൈഹി ബിദംബി ത്വരീഖുൻ സാലിസ, അങ്ങനെ വീണ്ടും അനുസരണത്തിന്റെ അള്ളാഹുവിനെ ചെയ്യേണ്ട കർമ്മങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടും. സുമ്മ റാബിയത്തുൻ ഹലും മുജറൻ, അങ്ങനെ അനുസരണത്തിന് പകരമായി തിന്മകൾ മാത്രമായി പോകും. ഫതൻഖതിഉ അൻഹു ബിദംബി തആഅത്തുൻ കസീറ, ധാരാളം അള്ളാഹുവിന് ചെയ്യേണ്ട അനുസരണങ്ങൾ അത് മുഖേന മുറിഞ്ഞു പോകും. കുല്ലു വാഹിദത്തിൻ മിൻഹാ ഖൈറുൻ ലഹു മിനദ് ദുനിയ വമാ അലൈഹാ, ആ നഷ്ടപ്പെടുന്നതൊക്കെ അവന് ദുനിയാവിലും അതിനുള്ളതിനേക്കാൾ ഉത്തമമായിട്ടുള്ള അനുസരണങ്ങളായിരിക്കും. വഹാദാ കറജുലിൻ, ഒരു ഉപമ പറയാണ്, ഒരു പുരുഷനെ പോലെയാണ്. അക്കല അക്കലതൻ ഔജബത് ലഹു മർലതൻ തവീല, അവനൊരു ഭക്ഷണം കഴിക്കുക, ആ ഭക്ഷണം കഴിച്ചാൽ നീണ്ടു നിൽക്കുന്ന കുറെ കാലം ബാധിക്കുന്ന രോഗം വരും. മനഅത്ഹു മിൻ ഇദ്ദതി അകലാത്തിൻ അത്യം മിൻഹാ, അവനാ കഴിച്ച ഭക്ഷണത്തിനേക്കാൾ നല്ല ഒരുപാട് ഭക്ഷണങ്ങൾ പിന്നീട് തടയപ്പെടുന്ന ഒരു അവസ്ഥയിൽ അവനെത്തും. അതുപോലെയാണ് തിന്മ ചെയ്താൽ അവൻ ചെയ്യേണ്ട അനുസരണങ്ങൾ ധാരാളം അവർ നഷ്ടപ്പെടും, അള്ളാഹിനെ അനുസരിക്കാൻ സാധിക്കില്ല. തിന്മയിൽ മുഴുകുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാൻ പിന്നെ സാധിക്കാതെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും. മിൻഹ, ഒമ്പതാമത്തേത്, അന്നൽ മആസി തുഖസ്സിറുൽ ഉംറ വതംഹഖു ബറകതഹു വലാ ബുദ്, തിന്മകൾ ഒരുത്തന്റെ ആയുസ് കുറച്ചു കളയും, ആയുസിന്റെ ബറക്കത്തുകൾ കുറച്ചു കളയും. ഫൈനൽ ബിർറ കമാ യസീദു ഫിൽ ഉംർ, പുണ്യം ചെയ്യുന്നത് അവന്റെ ആയുസ് വർദ്ധിപ്പിക്കും. ഫൽ ഫുജൂർ യഖ്സുറു ഉംർ, തെമ്മാടികൾ അവരുടെ ആയുസിൽ കുറവ് അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. എങ്ങനെയാണത്? എങ്ങനെയാണ് ഈ ആയുസിൽ കുറവും വർധനവും വരിക? ഉലമാക്കൾ വ്യത്യസ്ത അഭിപ്രായം കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു ആയുസ് കുറയുക എന്നുകൊണ്ടുള്ള ഉദ്ദേശം ആ ആയുസിന്റെ ബറക്കത്തുകൾ കുറയുക എന്നതാണ്. രണ്ടാളും ചിലപ്പോൾ 60 വയസ്സാവും ഒരു പുണ്യം ചെയ്യുന്ന നല്ല ആൾ ജീവിക്കുക, തെമ്മാടി ജീവിക്കുക 60 വയസ്സായിരിക്കും. പക്ഷേ ഈ 60 വയസ്സിൽ അള്ളാഹുവിനെ അനുസരിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ബറക്കത്തുകൾ, അവന് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ മറ്റേ ആൾക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അവന്റെ സമയത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല, അത് നഷ്ടപ്പെടലാണ് ഉദ്ദേശം എന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു ഹഖീഖിയായിട്ട് യഥാർത്ഥത്തിൽ തന്നെ ആയുസ്സിൽ കുറവ് വരും, അവന് ആ തിന്മകൾ കാരണത്താൽ അവന്റെ ആയുസിന്റെ വർഷത്തിന്റെ അളവിൽ തന്നെ കുറവ് വരും, മറ്റേ ആൾക്ക് വർധനവ് വരും. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു ആ ആയുസിന്റെ വർധനവ് കൊണ്ട് ഉദ്ദേശിച്ചത് ഹി ഹയാത്തുൽ ഖൽബ്, ഖൽബിന്റെ ഹയാത്താണ്. കാരണം ഒരുത്തന്റെ ഖൽബ് എത്രത്തോളം ജീവനുള്ളതാകുന്നുവോ അതാണ് അതുകൊണ്ട് ഉദ്ദേശം. അതായത് തെമ്മാടിത്തരങ്ങളും തിന്മകളും മുഴുകിയാൽ അവന്റെ ഖൽബ് ചത്തുപോകും, അത് മുഖേന അവന്റെ ആയുസ്സിൽ കുറവ് വരും. എന്നാൽ നന്മകൾ ചെയ്യുന്നവന്റെ ആയുസ് അത് ഖൽബിന്റെ ജീവനോടുകൂടി വർദ്ധിക്കും. ചുരുക്കത്തിൽ അവന്റെ ജീവിതത്തിൽ ബറക്കത്തുകൾ നഷ്ടപ്പെട്ട് ഖൽബിന് കാഠിന്യം ബാധിച്ച് ഖൽബ് ചത്തുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അള്ളാഹുവിനെ അനുസരിക്കുന്നവന് കൂടുതൽ നന്മകളിൽ മുന്നേറാനും ധാരാളം ബറക്കത്തുകളും ലഭിക്കും. വബിൽ ജുംല, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ട് മൊത്തത്തിൽ പറയുകയാണ്, فالعبد إذا أعرض عن الله واشتغل بالمعاصي ضاعت عليه أيام حياته الحقيقية التي يجد عب إضاعتها. അവൻ അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കരിച്ച് തിന്മകളിൽ മുഴുകുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അവന്റെ യഥാർത്ഥ ജീവിതം തന്നെ, ദിവസങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകും. എങ്ങനത്തെ തരത്തിൽ? നാളെ പരലോകത്തേക്ക് അവന് നന്മ ചെയ്യേണ്ട തരത്തിൽ. അവൻ നാളെ പറഞ്ഞു പോകും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ നാശമേ, എന്റെ ഈ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കൂട്ടിയിരുന്നെങ്കിൽ, പരലോകത്തിലേക്ക് നന്മകൾ ചെയ്തു കൂട്ടിയിരുന്നെങ്കിൽ എന്നവൻ പറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറയുകയാണ്. വസിറുൽ മസ്അല, എന്നിട്ട് അവസാനം ഇബ്നുൽ ഖയ്യിം പറയാണ്, ഈ മസ്അലയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അന്ന ഉംറൽ ഇൻസാനി മുദ്ദത്തു ഹയാത്തിഹി, ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതമാണ്. വലാ ഹയാത ലഹു ഇല്ലാ ബി ഇഖ്ബാലിഹി അലാ റബ്ബിഹി, ഒരുത്തന യഥാർത്ഥ ജീവിതമല്ല അവൻ അള്ളാഹുവിലേക്ക് മുന്നിടാതെ, വതനഅമി ബിഹുബ്ബിഹി വദിക്രിഹി, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും ചെയ്യാതെ, വഈസാരി മർളാത്തിഹി, അള്ളാഹുവിന്റെ തൃപ്തിയും നേടാതെ. അതായത് ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ജീവച്ഛവമായി മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന അവസ്ഥയെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. അടുത്തത് 10-ാമത്തേത് അൽ മആസി യുവല്ലിദു ബഅദുഹാ ബഅളൻ, ഒരു തിന്മ അടുത്ത തിന്മകൾക്ക് തുറവി നൽകിക്കൊണ്ടേയിരിക്കും. ഒരു തിന്മ അടുത്തതിനുള്ള സാധ്യതകൾ തുറന്നുകൊണ്ടേയിരിക്കും, ഒന്നൊന്നിനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അന്നൽ മആസി തസ്റഉ അംസാലഹ, തിന്മകൾ അതുപോലെയുള്ള തിന്മകളെ വിളവെടുത്തുകൊണ്ടേയിരിക്കും.
ويولد بعضها بعضا حتى يعز على العبد مفارقته والخروج منها. ഒരടിമ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് തുടർന്ന് തന്നെ വന്നിട്ട് അതൊഴിവാക്കാൻ അടിമക്ക് പറ്റാത്ത അവസ്ഥയിൽ അവൻ അകപ്പെട്ടു പോകും. കമാ ഖാല ബഅദു സലഫ്, സലഫുകൾ ചിലർ പറഞ്ഞതുപോലെ, ഇന്ന മിൻ ഉഖൂബത്തി സയ്യിഅത ബഅദഹാ, ഒരു തിന്മക്കുള്ള ശിക്ഷയാണ് അതുപോലെ തന്നെ തിന്മ ചെയ്യുക എന്നുള്ളത്. വ ഇന്ന മിൻ സവാബിൽ ഹസന അൽ ഹസനത ബഅദഹാ, നന്മക്കുള്ള പ്രതിഫലമാണ് അതിനുശേഷം നന്മ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഫൽഅബ്ദു ഇദാ അമില ഹസനൻ ഖാലത് ഉഖ്റാ ഇലാ ജംബിഹാ, ഒരടിമ ഒരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ സൽക്കർമ്മം അതിന്റെ തൊട്ടടുത്തുള്ള അടുത്ത സൽക്കർമ്മത്തിനോട് പറയും, ഇഅ്മൽനി അയ്ളൻ, എന്നെ കൂടിയും ചെയ്തോ. ഫൈദാ അമിലഹാ ഖാലത് സാലിസ, അതും ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആള് പറയും കദാലിക വഹലുമ്മ ജറൻ, അങ്ങനെ അടുത്തടുത്ത നന്മകളിലായിട്ട് തൗഫീഖ് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഫതളാഅഫ الربح وتزايدت الحسنات, അവന്റെ ലാഭം ഇരട്ടിയായിക്കൊണ്ടിരിക്കും, നന്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വകദാലിക ജാനിബു السيئات ايضا, അതുപോലെ തന്നെ തിന്മകളും. ഒരു തിന്മ ചെയ്താൽ അടുത്ത തിന്മക്കുള്ള കവാടം തുറക്കും. ഒരു തിന്മ അവസരം ലഭിച്ചാൽ അത് നമ്മൾ ചെയ്താൽ അത് ചെയ്യുന്നതോടുകൂടി അടുത്തത് അവിടെ അവസരം തുറന്നുകൊണ്ടേയിരിക്കും. ഹത്താ തസീറ الطاعات والمعاصي هيئات راسخة وصفات لازمة وملكات ثابتة, അത് അവന്റെ ഒരു സ്ഥിരമായിട്ട് അവന്റെ ഒരു ശീലമായി അതിനടിമപ്പെട്ടു പോകുന്നത് വരെ. فلو عتل المحسن الطاعات لضاقت عليه نفسه, ഒരു നന്മ ചെയ്യുന്ന ആള് അങ്ങനെ അവന്റെ അനുസരണം അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ അനുസരണത്തിൽ അങ്ങനെ മുഴുകി തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആള് ആ അനുസരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ സ്വന്തം ഞെരുങ്ങാൻ തുടങ്ങും, അവനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കും. വലാഖത് അലൈഹിൽ അർളു ബിമാ റഹബത്, ഭൂമിയിലുള്ളതെല്ലാം കൂടി അവന് ഞെരുങ്ങിക്കൊണ്ടിരിക്കും. വഹസ്സ മിൻ നഫ്സിഹി കഅന്നഹു അൽ ഹൂതു ഇദാ ഫാറഖ അൽ മാ ഹത്താ യുആബിദുഹാ, നന്മ ഇങ്ങനെ തുടർച്ച ചെയ്യുന്ന ആള് നന്മ ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ അവന്റെ ഉള്ളിൽ തോന്നും ഒരു മീനിനെ പിടിച്ച് വെള്ളത്തിന്റെ പുറത്തിട്ട പോലെ. ഒരു മീനിനെ പിടിച്ച് വെള്ളത്തിന്റെ പുറത്തിട്ട എങ്ങനെ പടയുമോ അതുപോലെ അവന് തോന്നും നന്മ ചെയ്യാൻ പറ്റാതെ വരുമ്പോ. അത് ചെയ്യുമ്പോൾ മാത്രമാണ് അവന് പിന്നെ സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ തിന്മയിൽ മുഴുകി അഡിക്റ്റഡ് ആയി പോയിട്ടുള്ള ഒരാള് അവനാ തിന്മ നിർത്തിയിട്ട് നന്മ ചെയ്യാൻ വേണ്ടി മാറി തുടങ്ങുമ്പോഴോ അവന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. തിന്മ ചെയ്യുന്ന ആളുടെ അവസ്ഥ പറയാം, തിന്മയിലങ്ങോട്ട് മുഴുകിപ്പോയിട്ടുണ്ട്. അവൻ അത് ഒഴിവാക്കിയിട്ട് തിരിച്ച് നന്മ ചെയ്യാൻ തുടങ്ങിയാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാവും, അവന്റെ ഉള്ളിൽ ഞെരുങ്ങും. അവന് നെഞ്ചുമിടുങ്ങും. അവന് ആ തിന്മക്ക് മടങ്ങുന്നത് വരെ അവന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അധിക തെമ്മാടികളും അവരെ തിന്മയിൽ മുഴുകുന്നത് ആ തിന്മയിലുള്ള ആസ്വാദനം കൊണ്ടല്ല, വലാ ദാഇയത്തിനിലൈഹ, അതിലേക്ക് എന്തെങ്കിലും ക്ഷണമുള്ള കാരണം കൊണ്ടുമല്ല. ഇല്ലാ ലിമാ യജിദു മിനൽ അലമി ബിമുഫാറഖതിഹാ, ആ തിന്മ ചെയ്യാതിരിക്കുമ്പോൾ അവനുണ്ടാവുന്ന വേദന, ബുദ്ധിമുട്ട്, ഞെരുക്കം, അത് സഹിക്കാൻ പറ്റാതാണ് അവൻ തിന്മ ചെയ്യുന്നത്. അധികം ആളുകളും തിന്മ ചെയ്യുന്നത് ആ തിന്മയിൽ നല്ല ആസ്വാദനം ഉണ്ടായോണ്ടല്ല, അത് ചെയ്തു പോയിട്ട് അതിന് അഡിക്റ്റ് ആയിട്ട് അത് ചെയ്യാതിരിക്കുമ്പോ അവനുണ്ടാവുന്ന ഞെരുക്കണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റാതെ അതൊഴിവാക്കാനാണ് വീണ്ടും അവൻ ചെയ്യുന്നത്. ചില കവികൾ പറഞ്ഞു, ഞാൻ ഒരു മദ്യം കുടിക്കുന്നത് അതൊരു ആസ്വാദത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ മദ്യം കോപ്പ് കുടിക്കുന്ന എന്തിനാ? ഒന്നാമത്തെ കുടിച്ചേരം മരുന്ന് ചികിത്സിക്കാനാണ്. കാരണം അത് കുടിച്ചിട്ട് അതിന്റെ ആസ്വാദനം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന സഹിക്കാൻ പറ്റാതെയാണ് അടുത്ത്. എല്ലാ പാവം അങ്ങനെയാണ്. ഒരു തിന്മ നമ്മൾ ചെയ്തു, പിന്നെ ആ തിന്മയിൽ നമ്മൾ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ, അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിവാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സത്യത്തിൽ ആ തിന്മ ചെയ്യുമ്പോൾ നമുക്കൊരു ആസ്വാദനം ഉണ്ടാവില്ല, നമുക്കറിയുണ്ടാവും. ആ തിന്മ ചെയ്യുമ്പോൾ ഇത് എന്താപ്പോ ഒരിക്കലും ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് അവനവനെ അറിയില്ല. നമ്മളെന്നെ ചോദിച്ചു ഞാൻ ഇപ്പൊ ഇത് എന്തിനാ ചെയ്യുന്നത്. പക്ഷെ ഇത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കം സഹിക്കാൻ പറ്റാതെ നമ്മൾ ചെയ്തു പോകും. തിന്മയുടെ വലിയ ഒരു അപകടമാണ് ഈ രീതിയിൽ തിന്മക്ക് അടിമപ്പെട്ടു പോവുക എന്നുള്ളത്. വലാ യസാലുൽ അബ്ദു യുആനി തഅത വയഅലുഫുഹാ വയുഹിബ്ബുഹാ യുസിറുഹാ ഹത്താ യുർസില അല്ലാഹു ബിറഹ്മതിഹി ഇലൈഹിൽ മലായിക തഉസുഹു ഇലൈഹാ അസ്സ വതുഹർദിഹു അലൈഹാ വതുസ്ഇജുഹു അൻ ഫിറാശി വമജ്ലിസതി ഇലൈഹാ. ഒരടിമ നന്മയിൽ മുന്നേറി അത് ശീലമായി കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അവനോടുള്ള റഹ്മത്തായിട്ട് അല്ലാഹു മലക്കുകളെ അയക്കും.
അവന് നന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ, അവനെ അതിന് കൂടുതൽ സൗകര്യമൊരുക്കി കൊടുക്കാൻ, അവനൊരു പ്രേരണയാകാൻ മലക്കുകളെ നിയോഗിക്കും. വലാ യസാലു യഅലുഫുൽ മആസി യുഹിബ്ബുഹാ വയുഅ്തിറുഹാ ഹത്താ യുർസില അല്ലാഹു അലൈഹി ശയാതീൻ ഫതഉസുഹു ഇലൈഹാ അസ്സാ. ഒരാൾ തിന്മയിലാണ് ഇങ്ങനെ മുഴുകിപ്പോകുന്നത്, അതാണ് ആസ്വദിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് ശൈത്താനുകളെ നിയോഗിക്കും ആ തിന്മയിലേക്ക് കൂടുതൽ പ്രേരണയേകുന്ന അവസ്ഥയിൽ. അത് തിന്മയുടെ വലിയൊരു അപകടമാണ്. തിന്മക്ക് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. 11-ാമത്തേത് തിന്മകൾ കൽബിന് നന്മ ചെയ്യാനുള്ള ഉദ്ദേശങ്ങളെ, ഇറാദത്തുകളെ ദുർബലമാക്കി കളയും. തിന്മ ചെയ്യാനുള്ള ഉദ്ദേശങ്ങളെയാണ് ശക്തിപ്പെടുത്തുക. തിന്മയിൽ മുഴുകുന്ന ആളുകൾക്ക് നന്മ ചെയ്യുന്നത് ഉദ്ദേശങ്ങൾ പോലും കൽബിലുണ്ടാവില്ല, ഉദ്ദേശിക്കാൻ പോലും അവന് സാധിക്കില്ല. അവന് തിന്മക്കുള്ള ഉദ്ദേശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വഹു മിൻ അഖ്വഫിഹാ ലിൽ അബ്ദ്, ഒരു അടിമയുടെ മേലെ ഏറ്റവും ഭയപ്പാടുള്ള അവസ്ഥയാണിത്. അന്നഹാ തുദ്ഇഫുൽ ഖൽബ അൻ ഇറാദതിഹി, അവന്റെ ഉദ്ദേശങ്ങൾ ദുർബലമാക്കും. ഫതഖ്വ ഇറാദത്തുൽ മഅസിയ, തിന്മക്കുള്ള ഇറാദത്താവും ശക്തിപ്പെടുക. വതദ്ഉഫു ഇറാദത്തു തൗബതി ശൈഅൻ ഫശൈഅ, തിന്മ ചെയ്യുന്നതിനനുസരിച്ച് തൗബ ചെയ്യാനുള്ള ഉദ്ദേശം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇലാ അൻ തൻസലഖ മിൻ ഖൽബിഹി ഇറാദത്തു തൗബതി ബിൽ കുല്ലിയ, തൗബ ചെയ്യുന്ന കാര്യമേ അവൻ ഒഴിവാക്കും. തിന്മയുടെ വലിയ അപകടമാണത്. തിന്മ ആദ്യം ഒരു തിന്മ ചെയ്യുമ്പോൾ നമ്മൾ തൗബ ചെയ്യും, പിന്നെ ചെയ്യുമ്പോൾ ചെയ്യും, പിന്നെ ചെയ്യുന്നതനുസരിച്ച് തൗബ ചെയ്യാനുള്ള ഉദ്ദേശം കുറയും, അവസാനം പൂർണ്ണമായിട്ട് അത് ഒഴിവാകും. എന്നിട്ട് അവൻ പിന്നെ തൗബ ചെയ്യും. ഇസ്തിഗ്ഫാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കദ്ദാബീങ്ങളുടെ തൗബയും ഇസ്തിഗ്ഫാർ ആയിരിക്കും, അഥവാ നാവ് കൊണ്ട് വെറുതെ പറയും. വഖൽബുഹു മഅഖൂദുൻ ബിൽ മഅസിയ, ഖൽബ് തിന്മയുമായിട്ട് കെട്ടിക്കുടുങ്ങിയ അവസ്ഥയിലായിരിക്കും. മുസിറുൻ അലൈഹ, അതിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആസിമുൻ അലാ മുവാഖിഅതിഹാ മതാ അംകനഹു, അത് പറ്റുന്ന എപ്പോഴൊക്കെയാണ് പറ്റുക അപ്പോഴൊക്കെ തിന്മവും ചെയ്യും. വഹാദാ മിൻ അഅ്ളമിൽ അംറാദ് വഅഖ്റബിഹാ ഇലൽ ഹലാക്, ഇത് മാരകമായ രോഗവും അവന്റെ നാശത്തിന് ഏറ്റവും അടുത്തിട്ടുള്ള അവസ്ഥയുമാണ്. 12-ാമത്തേത് അൽ മആസി തസ്ലുഖുൽ ഖൽബ അൻ ഇസ്തിഖ്ബാഹിഹാ, തിന്മയോടുള്ള ആ ഒരു പുച്ഛം, ആ ഒരു മ്ലേച്ഛത അത് അവന്റെ കൽബിൽ നിന്ന് ഒഴിവാകും. തിന്മകൾ ചെയ്യുന്ന അനുസരിച്ച് ആ തിന്മയോടുള്ള അതൊരു തിന്മയാണ്, അതൊരു മ്ലേച്ഛതയാണെന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അത് അവന്റെ ഉള്ളിൽ നിന്ന് ഒഴിവാകും. അന്നഹു യൻസലിഖു മിനൽ ഖൽബി ഇസ്തിഖ്ബാഹുഹാ ഫതസീറു ലഹു ആദ, അത് അവന്റെ ശീലമായിട്ട് മാറും. ഫലാ യസ്തഖ്ബിഹു മിൻ നഫ്സിഹി റുഅയതൻ നാസി ലഹു കുല്ലിഹിം വലാ കലാമുഹും ഫീഹി, ആളുകൾ കണ്ടാലും അവന് കുഴപ്പമുണ്ടാവില്ല, ആളുകൾ കേട്ടാലും കുഴപ്പമുണ്ടാവില്ല, ആളുകൾ എന്ത് പറഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. വഹാദാ ഇൻദ അർബാബിൽ ഫുസൂഖി ഹുവ ഗായത്തു തഹത്തുക് വതമാമുൽ ലദ്ദ, ഇത് തെമ്മാടികളായിട്ടുള്ള, അതിൽ മുഴുകിയിട്ടുള്ള ആളുകളുടെ ഒരു ആസ്വാദനമായിട്ട് മാറി. ഇങ്ങനെ തിന്മ ചെയ്യുക, അത് ആളുകൾ പറഞ്ഞാലും കുഴപ്പമില്ല. ഹത്താ യഫ്തഖിറ അഹദുഹും ബിൽ മഅസിയ, എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്ത തിന്മകൾ അവൻ ഫഖ്റോടുകൂടി പൊങ്ങച്ചായിട്ട് പറയും. ഞാൻ ഇങ്ങനെ മദ്യപിച്ചു, ഞാൻ ഇങ്ങനെ വ്യഭിചരിച്ചു, ഞാൻ ഇങ്ങനെ തിന്മകൾ ചെയ്തു, അതൊരു പൊങ്ങച്ചമായി പറയുന്ന അവസ്ഥ വരും. വയുഹദ്ദിസ ബിഹാ മൻ ലം യഅലം അന്നഹു അമിലഹാ, അവനത് ചെയ്യാത്ത ആളുകളോട് പോലും ഞാൻ ഒരു തിന്മ ചെയ്തിട്ടുണ്ട്, ആ തിന്മ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നറിയാത്ത ആളുകളെ പോലും അറിയിച്ച് അവൻ പറയും. ഫയഖൂൽ, അവൻ പറയും, യാ ഫുലാൻ അമിൽതു കദാ വകദാ, മനുഷ്യ ഞാൻ ഇന്നാലിന് തിന്മയൊക്കെ ചെയ്തിട്ടുണ്ട് പറയും. വഹാദ ദർബു മിനൻ നാസി ലാ യുആഫൂൻ, അല്ലാഹുവിൽ നിന്ന് അഫൂ ലഭിക്കാത്ത ആളുകളാണ് അവർ. വയുസദ്ദു അലൈഹിം ത്വരീഖു തൗബ, അവർക്ക് തൗബ തടയപ്പെടും. വതുഗ്ലഖു അലൈഹിം അബ്വാബുഹാ ഫിൽ ഗാലിബ്, എല്ലാവിധ കവാടങ്ങളും അവരെ അടക്കപ്പെടും. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എന്റെ ഉമ്മത്തിൽ എല്ലാവർക്കും അഫ്വ് ഉണ്ടാകും, എന്നാൽ മുജാഹിരീങ്ങൾ ഒഴികെ, തിന്മ പ്രകടമായി പറയുന്നവരും ചെയ്യുന്നവരും ഒഴികെ. വഇന്ന മിനൽ ഇജ്ഹാർ, ഇജ്ഹാറിൽപ്പെട്ടതാണ് അയ്യസ്തുറല്ലാഹു അൽ അബ്ദി ثم يصبح يفضح نفسه ويقول, ഒരു അടിമ ഒരു തിന്മ ചെയ്യാൻ, അങ്ങനെ അള്ളാഹ് അത് മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ വന്നിട്ട് ആളുകളുടെ മുമ്പിൽ പറയും, യാ ഫുലാൻ അമിൽതു യൗമ കദാ വകദാ കദാ വകദാ, ഞാൻ ഇന്ന് ഇന്നാലിന തിന്മകളൊക്കെ ചെയ്തു. ഫയഹ്തികു നഫ്സു, അവൻ സ്വന്തത്തിനെ പിച്ചി ചീന്തും. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു, അള്ളാഹ് അവനെ രാത്രി മറച്ചു വെച്ചതായിരിക്കും. അവൻ ചെയ്ത തിന്മ അള്ളാഹ് മറച്ചു വെച്ചതായിരിക്കും, പക്ഷെ അവൻ സ്വന്തത്തിൽ അത് തുറന്നു പറയും. അവർക്ക് എന്തുണ്ടാവില്ല, അഫ്വ് ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഒരു തിന്മ സംഭവിച്ചാൽ തന്നെ സഹോദരങ്ങൾ അത് മറച്ചു വെക്കണം. മറ്റുള്ളവരെ പോയി നമ്മളൊരു ഫഖ്റായി ഈ തിന്മ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങേയറ്റം പല ഉലമാക്കളുടെ അടുക്കൽ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയെ പോലെ എന്തെങ്കിലും ഒരു നസീഹത്ത് വേണം തിന്മയിൽ ഒഴിവാകാൻ എന്നുണ്ടെങ്കിൽ മാത്രം ആളുകളോട് പറയുക എന്നല്ലാതെ നമ്മുടെ തിന്മകൾ മറ്റുള്ളവരെ അറിയിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. 13-ാമത്തേത് വമിൻഹ അന്ന കുല്ല മഅസിയത്തിൻ മിനൽ മആസി ഫഹിയ മീറാത്തുൻ അൻ ഉമ്മത്തിൻ മിനൽ ഉമ്മി അല്ലതി അഹ്ലകഹുല്ലാഹ്, എല്ലാ തിന്മകളും അള്ളാഹു മുൻപ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ള സമൂഹത്തിന്റെ അനന്തരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും.
ഫല്ലൂത്തിയ സ്വർഗ്ഗരതി മീറാസുൻ മിൻ ഖൗമി ലൂത്ത് നബിയുടെ സമൂഹത്തിൽ നിന്നുള്ള അനന്തരമാണ്. വാഖുദുൽ ഹഖ് ബിസ്സായി വദഫ്വ മിൻ നാഖിസ് അളവിൽ കൃത്രിമം കാണിക്കുക എന്നുള്ളത് മീറാസുൻ മിൻ ഖൗമി ശുഐബ് നബിയുടെ ഖൗമിന്റെ അനന്തരമാണ്. വൽ ഉലൂവു ഫിൽ അർളി വൽ ഫസാദ് ഭൂമിയിൽ പൊങ്ങച്ചം കാണിച്ച് കുഴപ്പമുണ്ടാക്കൽ മീറാസുൻ മിൻ ഖൗമി ഫിർഔനിന്റെ കൂട്ടരിൽ നിന്നുള്ള അനന്തരമാണ്. വതകബ്ബുർ വതജബ്ബുർ കിബ്റും അഹങ്കാരവും അതുപോലെ തന്നെയുള്ള കാര്യം മീറാസുൻ മിൻ ഖൗമി ഹൂദ് നബിയുടെ സമൂഹത്തിൽ നിന്നുള്ള അനന്തരമാണ്. ഫൽആസി ലാബിസുൻ സിയാബ ബഅദി ഹാദിൽ ഉമം വഹും അഅദാഉല്ലാഹ് ഒരു തിന്മ ചെയ്യുന്നവൻ എന്ത് തിന്മയാണോ ചെയ്യുന്നത് അവൻ ഈ ഉമ്മത്തുകളുടെ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെ കുപ്പായം എടുത്തണിഞ്ഞവനെ പോലെയാണ്. ആ തിന്മ ചെയ്യുന്നതോടുകൂടി അത് എടുത്തണിഞ്ഞവനെ പോലെയാണ്. വഖദ് റവ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് ഫി കിതാബ് അസ്-സുഹദ് ലഅബീഹി അൻ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറഞ്ഞു ഖാല ഔഹ അല്ലാഹു ഇലാ നബിയ്യിൻ മിൻ അംബിയാഇ ബനി ഇസ്രായീൽ അൻ ഖുൽ ലിഖൗമിക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു നബിയോട് അറിയിക്കപ്പെട്ടു സമൂഹത്തിനോട് പറയാൻ ലാ തദ്ഖുലു മദാഖില അദാഇ എന്റെ ശത്രുക്കളുടെ പ്രവേശന മാർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കരുത്. വലാ തൽബിസു മലാബിസ അദാഇ എന്റെ ശത്രുക്കളുടെ വേഷം നിങ്ങൾ എടുത്ത് അണിയരുത്. ലാ തർകബു മറാകിബ അദാഇ എന്റെ ശത്രുക്കളുടെ യാത്ര വാഹനമൃഗത്തിൽ നിങ്ങൾ യാത്ര ചെയ്യരുത്. വലാ തത്അമു മതാഇമ അദാഇ എന്റെ ശത്രുക്കളുടെ ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കരുത്. ഫതകൂനു അദാഇ കമാ ഹും അദാഇ അവരെന്റെ ശത്രുക്കളായതുപോലെ നിങ്ങളും അതുപോലെയാകും. അഥവാ അവരുടെ സ്വഭാവ ഗുണങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ തിന്മകൾ നിങ്ങളിൽ ഉണ്ടാകരുത്. വഫി മുസ്നദ് അഹ്മദിൽ കാണാം മിൻ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബുഇസ്തു ബിസ്സൈഫി ബൈന യദൈ സാഅ എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വാളുകൊണ്ടാണ്. അന്ത്യനാൾ വരെ വാളുകൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഹത്താ യുഅബദല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുന്നത് വരെ അവനല്ലാതെ ഒരു ആരാധനമില്ല എന്ന് അംഗീകരിക്കുന്നവരെ യുദ്ധം ചെയ്യാൻ ഉമിർതു അൻ ഉഖാതില ഹത്താ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹദീസിന്റെ അർത്ഥം പോലെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടുള്ളത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വജുഇല റിസ്ഖി തഹ്ത ദില്ലി റുംഹി എന്റെ റിസ്ഖ് അത് വാളിന്റെ തണലിലാണുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉപജീവനമാർഗ്ഗം ഗനീമത്ത് സ്വത്തുകളാണ്. ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് കിട്ടുന്ന ഗനീമത്ത് സ്വത്തുകൾ ഒരു ഭാഗം നബിക്കുള്ളതാണ്. അപ്പൊ എന്റെ റിസ്ഖ് അതിന് താഴെയാണ്. വജുഇല ദില്ലതു വസ്സിഗാറു അലാ മൻ ഖാലഫ അംരി നിന്ദ്യതയും അതുപോലെ തന്നെ ചെറുതായി പോവുക എന്നുള്ളത് എന്റെ കൽപ്പനക്കെതിരായി നിൽക്കുന്നവരുടെ അവസ്ഥയാണ്. നിന്ദ്യത ഉണ്ടാകുന്നത് റസൂലുള്ളാഹിന്റെ കൽപ്പനക്കെതിരായി നിൽക്കുന്നവർക്കാണ്. വമൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും ഏതെങ്കിലും ഒരു സമൂഹത്തിനോട് ആരെങ്കിലും സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അഥവാ അള്ളാഹുവിന്റെ ശത്രുക്കളുടെ സ്വഭാവമോ സംസ്കാരമോ അതുപോലെയുള്ള തിന്മകളോ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. മുസ്ലിമീങ്ങൾ എപ്പോഴും വ്യത്യസ്തരായിരിക്കണം ശത്രുക്കളിൽ നിന്ന് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ട് ഇനിയും കാര്യങ്ങളുണ്ട്. അടുത്ത വർഷം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.